ഹായ്, എല്ലാവർക്കും സുഖമാണോ? എനിക്ക് സുഖമാണ്. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് കൊടുക്കുക കേട്ടോ. ഇന്നെന്താ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ മണി പ്ലാന്റ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. മണി പ്ലാന്റ് ഉണ്ടാക്കാൻ വലിയ കഷ്ടമൊന്നുമില്ല, പിന്നെ ചെറിയൊരു പണിയേ ഉള്ളൂ. വലിയ എന്താ പറയുക, അങ്ങനെ നട്ടാൽ ഇങ്ങനെ വരുള്ളൂ, അങ്ങനെ തൊടാൻ പാടില്ല, ഈ സമയത്ത് തൊടാൻ പാടില്ല, അതൊന്നുമില്ല. നമ്മളൊരു ചെടി വളർത്തുമ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ഒന്നും അറിയാണ്ടല്ലല്ലോ നമ്മൾ കൊണ്ടുപോയി വെക്കുക. നമുക്ക് ഇപ്പോൾ ഒരു ചെടി കൊണ്ടുവന്ന് വെച്ചാൽ നമുക്ക് ആ ചെടീനെ എങ്ങനെ നോക്കേണ്ടതെന്ന് അറിയില്ല. വെള്ളം ഒഴിച്ച് കൊടുക്കണം, മണ്ണിലാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. പിന്നെ വെള്ളത്തിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ആ വെള്ളം കളറ് മാറാതെ നോക്കണം. പിന്നെ ആഴ്ചയിലൊരിക്കലെങ്കിലും വെള്ളം മാറ്റി കൊടുക്കുക, അങ്ങനെയൊക്കെയാണ്. പിന്നെ അത്ര വലിയ പാടൊന്നുമില്ല. നമുക്ക് എങ്ങനെ തിക്കിൽ നല്ല അടർത്തിയായിട്ട് എങ്ങനെ മണി പ്ലാന്റ് ഉണ്ടാക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും മണി പ്ലാന്റ് വളർത്തിയെടുക്കാം. ഒരുപാട് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും, മണി പ്ലാന്റ് നമുക്ക് നടണം എന്നുള്ള ആഗ്രഹം കുറേ ആൾക്കാർക്കുണ്ടാകും. ചില വീടുകളിൽ പോയി നോക്കിയാലുണ്ടാവും ജനൽമേലൊക്കെ വെച്ചിട്ടില്ലേ. ഞാനും അതേ ആളാട്ടോ. എനിക്ക് മണി പ്ലാന്റ് നല്ല ചെടികൾ തന്നെ ഭയങ്കര ഇഷ്ടമാണ്. സൗകര്യങ്ങളില്ല വെക്കാനൊന്നും, എന്നാലും ഞാൻ എവിടെ കണ്ടാലും അതൊക്കെ ചെയ്യും. പിന്നെ മണി പ്ലാന്റ് അതേമാതിരി തന്നെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കുറേ ആൾക്കാർക്ക് കൊടുത്തിട്ടുണ്ട്, പൈസക്കല്ല കേട്ടോ. പിന്നെ ആരെങ്കിലും ചോദിക്കും നന്നായിട്ടുണ്ടല്ലോ, ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാനതിൽ നിന്ന് കൊമ്പ് വെട്ടി കൊടുക്കും. കൊമ്പ് വെട്ടൽ മാത്രമല്ല, എങ്ങനെ വെട്ടി വെക്കലെന്ന് വരെ ഞാൻ അവർക്ക് വെട്ടി കറക്റ്റായിട്ട് കവറിലിട്ട് കൊടുക്കലുണ്ട് കേട്ടോ. വരി, നമുക്ക് കണ്ടിട്ട് വരാം കേട്ടോ. ഇത് കണ്ടോ, മണി പ്ലാന്റ് എങ്ങനെ നടുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. നമുക്ക് മണി പ്ലാന്റ് എങ്ങനെ നടുക എന്നുള്ളതിനെക്കാളും നമുക്കത് ഇങ്ങനെ തിക്കിൽ വളർത്തിയെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, എന്തൊരു തിക്കിൽ വന്നിട്ടുള്ളത്, ഫുള്ളായിട്ട് നല്ല അടർത്തിയായിട്ട് വന്നിട്ടില്ലേ. അങ്ങനെ നമുക്ക് വളർത്തിയെടുക്കാം. ഞാൻ വെറുതെ 2 ടപ്പ വെട്ടിയെടുത്തിട്ട് അതിലുണ്ടാക്കിയിരിക്കണേ. അടിയിൽ വെള്ളം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള പാത്രമാണിത്. പിന്നെ ഇതേമാതിരി 7-അപ്പിൻ്റെ വലിയൊരു ടപ്പ കയറിയിട്ട് അതിൽ പെയിൻ്റ് അടിച്ചിട്ട് ചെയ്തതാണ്. ഇതും കണ്ടോ, നല്ല തിക്കിൽ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. നല്ല ഇതിൽ കുറേ ആൾക്കാർക്ക് ഞാൻ കൊടുത്തു. ഇത് കുറേ വെട്ടി കട്ട് ചെയ്ത് കൊടുത്തതുകൊണ്ടാണ് ഇത് ഒരു സൈഡ് കാണാത്തത്. നല്ല ഇതുണ്ടോ, നല്ല വള്ളിയൊക്കെ വന്ന് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അത് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ വേര് സൈഡ് കണ്ടില്ലേ, നല്ല തിക്കിൽ വന്നിട്ടുണ്ട്. കുറേ ആൾക്കാർ ചോദിക്കുന്നവർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് കണ്ടോ, അത് മണ്ണിലാണ് വെച്ചത്, ഇത് വെള്ളത്തിലാണ്, കണ്ടില്ലേ. വെള്ളം നല്ല അതേമാതിരി ഈ വേര് കറുപ്പാകാതെ നോക്കണം. കറുപ്പായാൽ അതിന് കേട് വരുന്നുണ്ട് എന്നർത്ഥം. ഇങ്ങനെ ഒറ്റൊരു പീസ് വെച്ചതാണ് കണ്ടോ. ഒരു പീസിൽ നിന്ന് 2 കഷ്ണമാക്കിയിട്ട് ഞാൻ വെച്ചതാണ്. കണ്ടില്ലേ, വേര് ഇങ്ങനെ നല്ല ഇതിൽ വന്നിട്ടില്ലേ. അപ്പോൾ അങ്ങനെ 2 പീസാണ് കേട്ടോ. ഞാനിങ്ങനെ വെള്ളത്തിലിട്ട് വെക്കലാണ്. വെള്ളത്തിലിട്ട് ഇങ്ങനെ വേര് പിടിച്ച്, പിന്നെ നമുക്ക് ഇത് എങ്ങനെ എന്നുള്ളതും കൂടെ കാണാം കേട്ടോ. സിമ്പിളാണ്, ഒന്നും ഇതില്ല. നമുക്കിതിന് മെനക്കെട്ട് ഇതിൻ്റെ കൂടെ നിൽക്കുകയൊന്നും വേണ്ട. നമുക്കൊരു ചെടി നട്ടാൽ എങ്ങനെ, ചെടി നട്ടാലും കൂടി കുറച്ച് കഷ്ടമാണ്. മണ്ണ് നോണ്ടി മണ്ണ് കുഴിച്ച് ഒക്കെ ചെയ്യണ്ടേ, ചട്ടിയിൽ നിറച്ചതും. അതിനൊന്നും ഇത് കഷ്ടം തരുന്നില്ല. നമുക്ക് ചെറിയൊരു പണി മാത്രം, ചെറിയൊരു വെട്ടിയെടുക്കുക. അത് വെട്ടേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ കൊമ്പ് വെട്ടി വെക്കുക എന്നൊക്കെ ഉള്ളതൊക്കെ അങ്ങനെയൊക്കെ ചെറിയ ആൾക്കാർ പറയും. കൊമ്പ് വെട്ടിയാൽ ഇങ്ങനെ തിക്കായിട്ട് വരില്ല. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരാം, ഇങ്ങനെ തിക്കായിട്ട് അടർത്തിയായിട്ട് വരില്ല. അപ്പോൾ നമ്മൾ വെട്ടേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ഞാൻ വെട്ടി വെച്ചിട്ടുണ്ട്. വെട്ടി ഞാൻ ഒരു വേസ്റ്റ് ഇങ്ങനത്തെ ഒരു ഗ്ലാസ്സിൽ, ഇതുണ്ടോ ഗ്ലാസ് ഇവിടെ സൈഡിൽ കുറച്ച് പൊട്ടിയിട്ടുണ്ട്, കാണുന്നുണ്ടോയെന്നാവുക. ആ ഗ്ലാസ്സിൽ വെള്ളം നിറച്ചാണ് ഞാൻ വെച്ചിട്ടുള്ളത്. ഇത് കണ്ടോ, ഒരു ഇല, ഒറ്റ ഇല. ഒരു ഇലൻ്റെ സൈഡ്, ഈ സൈഡ് കുറച്ചും ഇങ്ങനെ കാണുന്നുണ്ടോ.
ഇങ്ങനെ ഇങ്ങനെ ഇത്രേ പാടുള്ളൂ. അതിന് വേര് വന്നിട്ടുള്ളത് കണ്ടോ, വെട്ടി വെച്ചിട്ട് ഒരാഴ്ചൻ്റെ മേലായി. കണ്ടോ, മറ്റേതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓരോ ഇല ഇതൊക്കെ അങ്ങനെ വെച്ചതാണ് കേട്ടോ. ഈ സാധനങ്ങളൊക്കെ ഞാൻ അങ്ങനെ ഓരോ ഇല വെച്ചത്. ഇതാ ഇതിനും ഇത് അതേ മോഡൽ തന്നെ ഉണ്ടാക്കിയത്. ഇതാ കണ്ടോ, ഒറ്റൊരില, അതിന് അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഇല എടുക്കുക, അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് കാമ്പ് വിടുക, അത് വെള്ളത്തിലിട്ട് വെച്ച് അപ്പോൾ വേര് വരും. കണ്ടോ, ഇതാ അതേ മോഡൽ തന്നെ. ഇതാ എന്താ കുറച്ച് കാമ്പ് നല്ല കാണുന്നുണ്ടോ, കുറച്ച് അങ്ങോട്ടും ഇലൻ്റെ ഇല നടുവിൽ അപ്പുറത്തും ഇപ്പുറത്തും കുറച്ച് ഈച്ച തണ്ട് വിടുക, അത് വിട്ട് അങ്ങനെ വെക്കുക. അത്ര ഉള്ളൂ. ഇത് ഈ തളിരല്ലേ തീർത്ത് വരുന്ന ആ ഒരു ഭാഗം വെട്ടി വെച്ചതാണ്. കണ്ടോ, ഇതിനി കുറച്ച് ദിവസം കഴിയുമ്പോൾ നല്ല വേരൊക്കെ വന്ന് നല്ലതാകുമ്പോൾ നമുക്ക് മണ്ണൊക്കെ വേറെ വലിയ ഇങ്ങനത്തെ വലിയ പാത്രത്തിൽ വെച്ചിട്ട് നമുക്ക് മണ്ണ് ഇടുക എന്തെങ്കിലും ചെയ്യാം. അത് കണ്ടോ, ഫുള്ളായിട്ട് വേര് വന്നിട്ടുണ്ട്. കണ്ടോ, ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കി. ഇവിടെ നമ്മളൊരു ചേച്ചിയുണ്ട്, എന്നെ വീഡിയോ എടുക്കാൻ പറ്റാണ്ട് ഡിസ്റ്റർബ് ചെയ്തും കൊണ്ട് നിൽക്കുക കേട്ടോ. കുഴപ്പമില്ലല്ലേ, നമുക്ക് വീഡിയോ എടുക്കാം. വേണ്ട, ഇതേമാതിരി നമുക്ക് ഒരു ദിവസം ഞാൻ ചേച്ചിനെ കാണിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഒരു ദിവസം ഞാൻ ചേച്ചിനെ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നമ്മളൊരു വേണ്ടപ്പെട്ട ഒരു ചേച്ചിയാണ്, എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഇതാ കണ്ടോ, ഇങ്ങനെ അടർത്തിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മെയിനായിട്ട് ഇത് നമുക്ക് എവിടെ വെക്കണം എന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ വെട്ടി എവിടെ വെക്കണം എന്ന് വെച്ചാൽ ജനലിൻ്റെ ഭാഗം, സൂര്യവെളിച്ചം തട്ടുന്ന ഭാഗത്ത് വെച്ചാൽ നല്ല സൂപ്പറായിട്ട് വരും. ഇരുട്ട് ഭാഗത്ത് വെക്കാം. മെയിനായിട്ട് അതാണ്, വെളിച്ചം തട്ടാത്ത. വെളിച്ചം എന്ന് പറഞ്ഞാൽ നേരെ വെളിച്ചം അതിൽ തട്ടണം എന്ന് ആവശ്യമില്ല, ഒരു വെളിച്ചത്തിൻ്റെ ഒരു ഇത് കിട്ടിയാൽ മതി. അപ്പോൾ അത് അങ്ങനെ നല്ല സൂപ്പറായിട്ട് വന്നോളൂ. താങ്ക് യു. അപ്പോൾ മണി പ്ലാന്റ് ഇങ്ങനെയാണ് നടുക. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യണം കേട്ടോ, കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതാ നല്ല മണി പ്ലാന്റിൻ്റെ ഓരോ ചെടികളും ഇങ്ങനെ വളർത്തിയെടുത്താൽ നല്ല സൂപ്പറായിട്ട് വരും കേട്ടോ. നമ്മൾ ഇതാ ഞാൻ പറയുന്നില്ലേ, ഇതാ ഈ ഒരു ഭാഗം, ഈ ഒരു ഇല എടുക്കുക, എന്നിട്ട് ഇവിടെ കട്ടാക്കുക, ഈ സൈഡ് കട്ടാക്കുക, ഇവിടെ ഈ നടുവിൽ ഇവിടെയും കട്ട് ചെയ്തിട്ട് അവിടെ കളിയാക്കുകയാണ് എന്നെ. ഈ രണ്ട് സൈഡും കട്ടാക്കി ഇത് ഇത്തിരി വേര് കാണുന്നില്ലേ, ആ വേര് അവിടെ ഉണ്ടായിക്കോട്ടെ. ഇപ്പുറത്തും ഇവിടെയും കട്ടാക്കുക, ഈ ഒരു ഇല വെള്ളത്തിലിട്ടേക്കുക. അങ്ങനെ ഓരോ സൈഡും അങ്ങനെ വെട്ടി വെട്ട് വെച്ചാൽ മതി. അത് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല ഇല വരാൻ, പുതിയ ഇല വരാൻ തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് വലിയൊരു പാത്രത്തിൽ മണ്ണ് വെച്ചിട്ട് അങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കണേ. ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിൽ, ഈ ചെടി ഇഷ്ടപ്പെടാത്ത ആരും ഉണ്ടാവില്ല. ഞാനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ട ആളാണ്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ചോദിക്കണവർക്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ നമ്മളെ അടുത്ത് വന്നത് നന്നായിട്ടുണ്ട്, ഇതെന്താ പേപ്പറാണോ എന്നും കൂടെ ചോദിച്ച ആൾക്കാരുണ്ട്. ഇതെന്താ റബ്ബറിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇലയാണോ എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിച്ചു പോലും ആന്ന് പറഞ്ഞാൽ അങ്ങനെ കുറേ ആൾക്കാർക്ക് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ കട്ട് ചെയ്ത ഭാഗമൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇത് ഒരുപാട് സ്ഥലത്തുനിന്ന് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഈ ഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തതാണ്, ഈ ഭാഗം കട്ട് ചെയ്തതാണ്. ഇതുണ്ടോ, ഇതാ ഈ ഭാഗം കട്ട് ചെയ്തതാണ്, ഇതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്തതാണ്. അങ്ങനെ കുറേ സൈഡ് ഞാൻ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതാ ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഇതാ അവിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കുറേ സൈഡ് കട്ട് ചെയ്ത് ഞാൻ കൊടുത്തതാണ് കേട്ടോ. ഞാനങ്ങനെ കൊടുക്കാത്ത ലിസ്റ്റിൽ പെട്ട ആളൊന്നല്ല, ഞാൻ കൊടുക്കും. ഇഷ്ടപ്പെട്ട ഈ ചെടികളല്ലേ, വളർത്താൻ വേണ്ടിയല്ലേ, വളർത്താൻ വേണ്ടിയല്ലേ, കളയാനല്ലല്ലോ. അപ്പോൾ അവർക്ക് ഇഷ്ടമാണെങ്കിൽ
ഞാൻ കൊടുത്തിട്ടുണ്ട്, കൊടുക്കും ചെയ്യും. ഓക്കെ. ഇങ്ങനെ വളർത്തിയെടുക്കാം കേട്ടോ. ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്താൽ കഷ്ടമല്ല, വേഗം വളർത്തിയെടുക്കാം.